സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഇന്ന് പത്തനംതിട്ടയിലാണെന്ന് തോന്നുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പൊതുച്ചോറിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഒരു വല്ലാത്ത വാശിയിലാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഏറ്റവും വലിയ തിന്മയായി ഈ പൊതുച്ചോറ് വിതരണം മാറുന്നു. അല്പമെങ്കിലും മനുഷ്യത്വം തൊട്ടു തുണ്ടിയിട്ടുള്ള ഒരാൾക്ക് ഇതുപോലെ പറയാൻ കഴിയുമോ? അദ്ദേഹം ശരിക്കും ഈ പൊതുച്ചോറ് വിതരണം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ്. സമൂഹത്തിലെ ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യരാണ് ഈ പൊതുച്ചോറിനായി കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ഭക്ഷണം എത്തും, തങ്ങളുടെ വിശപ്പകറ്റാം എന്ന ആത്മവിശ്വാസം അവർക്ക് DYFI നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തെയാണ് ആദ്യം ഈ രാഹുൽ മാങ്കൂട്ടവും പിന്നീട് കെ മുരളീധരനുമൊക്കെ തള്ളിപ്പറയുന്നത്. സുജു, ഷമീന്ന് പത്തനംതിട്ട ആറന്മുളയിലാണ് കെ മുരളീധരൻ പ്രതികരണം നടത്തിയത്. അതായത് പൊതുജനങ്ങളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ UDF സർക്കാരിന് മറ്റൊരു പേരോട് വീണിരിക്കുകയാണ്, അന്നം മുടക്കി സർക്കാർ. അങ്ങനെ അന്നം മുടക്കുന്നത് UDFന്റെ നയമാണെന്ന് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ഇന്ന് പത്തനംതിട്ട ആറന്മുളയിൽ എത്തിയാണ്. അത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഒരു ക്ഷേത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ആറന്മുള. അവിടെ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമ്പോഴാണ് കേരളത്തിൽ ഏതാണ്ട് പ്രതിദിനം 50,000-ലധികം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന DYFIയുടെ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തും, അത് മുടക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പ്രഖ്യാപിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് UDF സർക്കാരിൻ്റെ നയം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതോടുകൂടിയാണ് ഇപ്പം അന്നം മുടക്കി സർക്കാർ എന്നതുകൂടി VD സതീശൻ്റെ സർക്കാരിനെതിരെ പേര് വീണിരിക്കുന്നത്. ഷമ്മി പറഞ്ഞതുപോലെ കെ മുരളീധരൻ്റെ വാശി എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിനകത്ത് അത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല എന്നാണ്. കെ മുരളീധരൻ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സന്നദ്ധ പ്രവർത്തനം ഉൾപ്പെടുന്നില്ല എന്നാണ് കെ മുരളീധരൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അപ്പോൾ ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, ആശുപത്രിക്കുള്ളിൽ പൊതിച്ചോറ് കൊടുക്കുന്നതാണോ അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനമായി വ്യാഖ്യാനിക്കുന്നത്? ആ ഘട്ടത്തിലും മന്ത്രി അതിന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല ഇത് ചെയ്യേണ്ടെന്ന തരത്തിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല, ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയരുതെന്നാണ് ഈ കെ മുരളീധരൻ പറയുന്നത്. അത് DYFIയുടെയോ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ അവരല്ലേ അത് തീരുമാനിക്കേണ്ടത്, ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയണോ വേണ്ടയോ എന്ന്. അപ്പോൾ മുരളീധരൻ്റെ പ്രശ്നം DYFI കൊടുക്കുമ്പോൾ അത് DYFI ആണ് കൊടുക്കുന്നതെന്ന് പറയുന്നതാണ് മുരളീധരൻ്റെ പ്രശ്നം. പക്ഷേ DYFI അങ്ങനെ പറയുമ്പോൾ അത് ഏത് തരത്തിൽ അത് മേടിക്കുന്ന ആളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താണോ DYFI ഇത് കൊടുക്കുന്നതാണോ പ്രധാനപ്പെട്ട വിഷയം. ഈ സർക്കാരിൽ തന്നെ മറ്റൊരു മന്ത്രിയായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറയുന്നത് എന്താണ്? കേന്ദ്രത്തിൻ്റെ, അതായത് കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പേരോ ഫോട്ടോയോ അത് വീടുകളിൽ പതിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്ന മറ്റൊരു മന്ത്രിസഭ അംഗമുള്ളപ്പോഴാണ് കെ മുരളീധരൻ DYFI കൊടുക്കുന്നത് വിമർശിക്കുന്നത്. DYFIയുടെ വാഹനത്തിൽ ഒരു കൊടി കാണും, ഒരു ബാനർ കാണും, അതിനപ്പുറത്തേക്ക് ഭക്ഷണം മേടിക്കാനായി എത്തുന്ന ആളുകളോട് രാഷ്ട്രീയം ചോദിക്കുന്നില്ല, അവിടെ രാഷ്ട്രീയ പ്രചരണം ചെയ്യുന്നു. സുജു, അതല്ല ഇപ്പോൾ ഇന്ന് പിന്നെ നമുക്ക് കാണാം, പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്നാണ് നമ്മുടെ KSRTC ബസ്സുകളിൽ എഴുതി വച്ചിരിക്കുന്നത്. പൊതുഖജനാവിലെ പണം എടുത്തിട്ടാണ് ഈ സൗജന്യം നൽകുന്നത്, അല്ലാതെ ഇത് കോൺഗ്രസ് ഫണ്ടിൽ നിന്നോ AICC ഫണ്ടിൽ നിന്നോ അല്ല. അപ്പോൾ അവർ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഇത്തരത്തിൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, ആരും അതിൽ കുറ്റം പറഞ്ഞില്ല. പൊതുഖജനാവിലെ പണമാണ് അവർ എടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ DYFIയുടെ പ്രവർത്തകർ ഓരോ ആഴ്ചയും മുൻപേ വീടുകളിലെത്തി അതാത് വീടുകളിൽ ഈ കാര്യം പറഞ്ഞ് അവർ കെട്ടിക്കൊടുക്കുന്ന പൊതി വാങ്ങി ശേഖരിച്ച് കൊണ്ടുവന്ന് അവരുടെ കൊടി വെച്ചേക്കുന്നു ആ വണ്ടിയിൽ. അത്രേ ഉള്ളൂ. ഒരു ബാനർ കെട്ടിയിട്ടുണ്ട്, പൊതിച്ചോറ്, ഹൃദയപൂർവ്വം പൊതിച്ചോറ് എന്ന് പറയുന്നത്. അതിനപ്പുറം ഈ ചോറിനുള്ളിലൊന്നും ഈ അരിമണികളിലൊന്നും എഴുതി വെച്ചിട്ടില്ല DYFI ആണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇത് കൊടുക്കുന്നതെന്ന്. അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല, അവിടെ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല. അവിടെ ഒറ്റ കാര്യം മാത്രമേ മാനദണ്ഡമാകുന്നുള്ളൂ, അത് മനുഷ്യൻ്റെ വിശപ്പാണ്. അത് പക്ഷേ ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല.
തീർച്ചയായിട്ടും ഷമി പറഞ്ഞ പോലെ ഈ പൊതിച്ചോറിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ സന്ദേശം മാത്രമേ എഴുതി നൽകിയിട്ടുള്ളൂ. അത് ഇന്ന് എ റഹീം അത് കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആ സന്ദേശം എന്താണ്? ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയേ ഭക്ഷണമേ ഉള്ളൂ, നിങ്ങൾ ആശുപത്രിയിൽ ആഴ്ചകളായി തുടരുന്ന ആളുകളായിരിക്കുമല്ലോ, നിങ്ങൾക്ക് പുറത്തുനിന്ന് സ്പെഷ്യൽ മേടിക്കണമെങ്കിൽ ഈ പണം കൂടി എടുത്തു പണം വരെ വെച്ചു കൊടുത്ത സാധാരണക്കാരുണ്ട്. ആ വെച്ചു കൊടുത്ത ഒരാളുടെ പേര് പോലും അവർ എഴുതിയിട്ടില്ല. ഡിവൈഎഫ്ഐ ഷമി തന്നെ രാവിലെ എന്നോട് ഇതേ വാർത്ത പറയുമ്പോൾ പറഞ്ഞതുപോലെ കെ മുരളീധരൻ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്, വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച്. മുരളീധരൻ ഒരിക്കൽ പോലും ഒരു പക്ഷേ ഇത്തരം പൊതിച്ചോറ് മേടിച്ച അനുഭവം ഉണ്ടാകില്ല. എന്നാൽ പൊതിച്ചോറ് മേടിച്ച അനുഭവം എനിക്കുണ്ട്, നമ്മൾ കേൾക്കുന്ന പല പ്രേക്ഷകർക്കുമുണ്ട്. നമ്മൾ പൊതിച്ചോറ് പോയി മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആകപ്പാടെ ഡിവൈഎഫ്ഐ വെക്കുന്നൊരു നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ ക്യൂ ആയി നിൽക്കണം, കാരണം നിര തെറ്റിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്.